അമേരിക്കയുമായി സഹകരിച്ച് തങ്ങൾക്കെതിരെ ഉപരോധ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്ന അയൽ രാജ്യങ്ങൾക്ക് കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ നയങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നീങ്ങിയാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഗൾഫ് മേഖലയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും പുറത്തു പോകാത്ത രീതിയിൽ എണ്ണക്കടത്തും കപ്പൽ ഗതാഗതവും പൂർണ്ണമായും തടയുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇത് വെറുമൊരു ഭീഷണിയല്ല, നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തി കാണിച്ചിട്ടുള്ള രാജ്യം തന്നെയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ടത് അയൽ രാജ്യങ്ങൾ തന്നെയാണ്. ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കടൽ മാർഗങ്ങൾ അടച്ചിടുമെന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസിന് പുറമെ ബാബൽ മന്ദബ് വഴിയുള്ള ഗതാഗതവും തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിടുന്നുവെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 3 ഘട്ടങ്ങളായുള്ള പ്രതികരണ തന്ത്രമാണ് ഇറാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി US-മായി സഹകരിക്കുന്ന അയൽ രാജ്യങ്ങളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ തന്ത്രപ്രധാനമായ ചർച്ചകൾ പരാജയപ്പെടുകയാണ് എങ്കിൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കും. ആ രാജ്യങ്ങളുടെ സാമ്പത്തികവും തന്ത്രപ്രധാനവുമായ താല്പര്യങ്ങൾക്ക് നേരെ കടുത്ത തിരിച്ചടികൾ നൽകുകയും ചെയ്യും. അതിനും ഫലമില്ലാതെ വന്നാൽ പൂർണ്ണമായ സാമ്പത്തിക സൈനിക ഉപരോധത്തിലേക്ക് കടക്കാനാണ് ഇറാന്റെ തീരുമാനം. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ സാമ്പത്തിക ഉപരോധങ്ങളോടും ഇക്കണോമിക് D-Day നീക്കങ്ങളോടും കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് ഇറാൻ വീണ്ടും വന്നിട്ടുണ്ട്. തങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്താൻ അമേരിക്കയുമായി കൈകോർക്കുന്ന ഏതൊരു രാജ്യത്തെയും ശത്രുവായി കണക്കാക്കുമെന്നും അത്തരം നീക്കങ്ങൾക്ക് ഭൂകമ്പ സമാനമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുമാണ് ദേശീയ സുരക്ഷാ കൗൺസിൽ തലവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ പല വട്ടങ്ങളിലായി ഇക്കണോമിക് D-Day എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് ഈ ഇക്കണോമിക് D-Day? അതിൽ കുറച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇക്കണോമിക് D-Day എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനെ സാമ്പത്തികമായി പൂർണ്ണമായും ഒറ്റപ്പെടുത്താനും തകർക്കാനുമായി പ്രഖ്യാപിച്ച അങ്ങേയറ്റം കടുത്ത സാമ്പത്തിക ഉപരോധ തന്ത്രമാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾ നടത്തിയ നിർണായക സൈനിക നീക്കത്തെയാണ് ചരിത്രത്തിൽ D-Day എന്ന് വിളിക്കുന്നത്. അതേ മാതൃകയിൽ സൈനിക ആക്രമണങ്ങൾക്ക് പകരം സാമ്പത്തിക ഉപരോധങ്ങളെ ഒരു വൻ ആയുധമായി ഉപയോഗിക്കുന്നു. US ഇതിനെ ഇക്കണോമിക് D-Day എന്ന് വിശേഷിപ്പിക്കുന്നു. D-Day എന്ന വാക്കിന്റെ ഉത്ഭവവും അതിന്റെ ചരിത്ര പ്രധാനമായ അർത്ഥത്തിലേക്കും ഇറങ്ങിച്ചെന്നാൽ ആദ്യത്തേത് സൈനിക ചരിത്രത്തിലെ ഉത്ഭവമാണ്. 1944 സൈനിക ഭാഷയിൽ ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ അല്ലെങ്കിൽ ആക്രമണം ആരംഭിക്കുന്ന ദിവസത്തെയാണ് D-Day എന്ന് വിളിക്കുന്നത്. ഇതിൽ D എന്നത് ഡേ എന്നതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 2ാം ലോക മഹായുദ്ധ കാലത്ത് 1944 ജൂൺ 6-ന് സഖ്യകക്ഷികൾ ഫ്രാൻസിലെ നോമാൻഡി തീരത്ത് നാസി ജർമ്മനിക്കെതിരെ നടപ്പിലാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടൽ മാർഗ സൈനിക ആക്രമണത്തെയാണ് D-Day ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് D-Day ഓപ്പറേഷൻ ഓവർലോഡ് എന്ന് വിളിക്കുന്നത്. ലോകമഹായുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ജർമ്മനിയുടെ വീഴ്ചയ്ക്ക് തുടക്കമിട്ട നിർണായകമായ ആ ദിവസത്തിൽ നിന്നാണ് ഈ പദം പ്രശസ്തമായത്. രണ്ടാമത്തേത്, ഉപരോധത്തിന് ഈ പേര് വരാൻ കാരണം ഇറാനെതിരെയുള്ള പുതിയ സാമ്പത്തിക ആക്രമണത്തിന് ഇക്കണോമിക് D-Day എന്ന് പേരിട്ടതിന് പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട്. നോർമാൻഡി ലാൻഡിംഗ് 2ാം ലോക മഹായുദ്ധത്തിന്റെ നിർണായക വഴിത്തിരിവായതുപോലെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുന്ന അവസാനത്തെയും ഏറ്റവും കടുത്തതുമായ സാമ്പത്തിക നീക്കമാണ് ഇത് എന്ന് കാണിക്കാനാണ് ട്രംപ് ഇതിന് D-Day, ഇക്കണോമിക് D-Day എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇതിന്റെ വ്യാപ്തിയും ആസൂത്രണത്തെയും കുറിച്ച് പറയുമ്പോൾ കേവലം സാധാരണ ഉപരോധങ്ങൾക്കും അപ്പുറം ഒന്നിലധികം വഴികളിലൂടെ, അതായത് എണ്ണ, ബാങ്കിങ്, കപ്പൽ ഗതാഗതം, അങ്ങനെ ഒന്നിലധികം വഴികളിലൂടെ ഒരേ സമയം ഇറാനെ സാമ്പത്തികമായി വളഞ്ഞ് ആക്രമിക്കുന്ന ഒരു മാസീവ് ഓപ്പറേഷൻ ആയതുകൊണ്ടാണ് ഇതിന് ഈ പേര് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സൈനിക നീക്കത്തിന് തുല്യമായ പ്രഹരം, മിസൈലുകളോ ബോംബുകളോ ഉപയോഗിച്ചുള്ള സൈനിക യുദ്ധത്തിന് പകരമായി സാമ്പത്തിക ഉപരോധത്തെ ഒരു വലിയ ആയുധമായി ഉപയോഗിച്ച് ശത്രുവിനെ കീഴടക്കുക എന്നതാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക തിരിച്ചടിയെ ഓർമ്മിപ്പിക്കുന്ന D-Day എന്ന പദം ഉപയോഗിച്ച് ഇറാന് മേൽ തങ്ങൾ നടത്താൻ പോകുന്ന ഉപരോധത്തിന്റെ ഭീകരതയും വ്യാപ്തിയും വ്യക്തമാക്കുകയാണ് അമേരിക്ക ഇതിലൂടെ ചെയ്യുന്നത്. ഈ നീക്കത്തിന്റെ പ്രധാന സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ എണ്ണ വരുമാനം പൂർണ്ണമായും തടയുക, ഇറാന്റെ പ്രധാന വരുമാന മാർഗമായ എണ്ണ വിപണനവും കയറ്റുമതിയും പൂർണ്ണമായും 0-ലേക്ക് എത്തിക്കുക, ആഗോള ബാങ്കിംഗ് വിലക്ക് ഏർപ്പെടുത്തുക, ഇറാനുമായി സാമ്പത്തിക ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്ന മറ്റു രാജ്യങ്ങൾക്കും വിദേശ കമ്പനികൾക്കും മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇറാനെ അന്താരാഷ്ട്ര ധനകാര്യ ശൃംഖലയിൽ നിന്ന് ഒറ്റപ്പെടുത്തുക. മറ്റൊന്ന് പറയുമ്പോൾ സഖ്യരാജ്യങ്ങളുടെ മേലുള്ള സമ്മർദ്ദം, ചൈന, UAE ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികളോട് ഇറാനുമായി ബിസിനസ് ബന്ധങ്ങൾ ഉടനടി അവസാനിപ്പിക്കാൻ അമേരിക്ക കർശന നിർദ്ദേശം നൽകുക. ചുരുക്കത്തിൽ നേരിട്ടൊരു സൈനിക യുദ്ധത്തിലേക്ക് കടക്കാതെ തന്നെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് അവരെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങാൻ നിർബന്ധിതരാക്കുക എന്ന തന്ത്രമാണ് ഇക്കണോമിക് D-Dayയുടെ ലക്ഷ്യം.
അമേരിക്കൻ സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ അയൽ രാജ്യങ്ങളുമായി ആദ്യം നയതന്ത്ര ചർച്ചകൾ നടത്തുമെന്നും, എന്നാൽ ഇറാൻ ഇതിനെയെല്ലാം പുല്ലുവിലയാണ് നൽകിയിരിക്കുന്നത്. നിസ്സാരം ഒരു പൂച്ചക്കുട്ടിയെ എടുത്തു മാറ്റുന്ന ലാഘവത്തോടെയാണ് ഇറാൻ ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇറാൻ വക്താക്കൾ പറയുന്നത്. ആദ്യമായി ചെയ്യുന്നത് അമേരിക്കൻ സഖ്യത്തിൽ നിന്ന് പിന്മാറാൻ അയൽ രാജ്യങ്ങളുമായി ആദ്യം ഒരു നയതന്ത്ര ചർച്ച നടത്തുമെന്നും, അത് അവഗണിക്കുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക തന്ത്ര പ്രധാന താല്പര്യങ്ങൾക്ക് നേരെ നേരിട്ട് ആക്രമണം നടത്തുമെന്നുമാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് അമേരിക്ക തങ്ങളോട് എടുത്തിരിക്കുന്ന അതേ തന്ത്രം തിരിച്ച് ഇറാൻ അമേരിക്കയോടും എടുത്തിരിക്കുകയാണ്. അമേരിക്കയ്ക്കാകാമെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ ആയിക്കൂടാ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കടത്തും ഊർജ വിതരണവും തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ ശക്തമാക്കാനും ടെഹ്റാൻ തയ്യാറെടുക്കുകയാണ്. US നാവികസേനയുടെ ഉപരോധം നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തങ്ങൾ ദിനം പ്രതി 70 ദശലക്ഷം ബാരൽ എണ്ണ വിറ്റഴിച്ചിട്ടുണ്ട് എന്നും അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങൾ പരാജയപ്പെട്ടുവെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് സേവന നികുതിയും പാരിസ്ഥിതിക ഫീസും ഈടാക്കാനുള്ള പുതിയ നിയമനിർമ്മാണത്തിനും ഇറാന്റെ പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ ഉപരോധങ്ങൾ തങ്ങൾക്ക് പുതിയ അനുഭവമൊന്നുമല്ല എന്നും മുൻപത്തെ ഭരണാധികാരികളിൽ നിന്നും ഇത്തരം സമാനമായ അനുഭവങ്ങൾ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനോട് സഹകരിക്കുമെന്നും US ട്രഷറി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉപരോധങ്ങൾ പ്രശ്നപരിഹാരമല്ല എന്നും അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായ ചർച്ചകളാണ് വേണ്ടത് എന്നും കാണിച്ചുകൊണ്ട് ചൈന ഈ നീക്കത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായി സാമ്പത്തിക വ്യാപാര ഇടപാടുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും വിലക്കയറ്റവും ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. സൈനിക ഏറ്റുമുട്ടലുകളിൽ നിന്ന് മാറി എണ്ണയും സാമ്പത്തിക ഉപരോധങ്ങളും കേന്ദ്രീകരിച്ചുള്ള ഒരു വൻ പോരാട്ടത്തിലേക്ക് പശ്ചിമേഷ്യൻ സാഹചര്യം നീങ്ങുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഉപരോധ തർക്കങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1979 ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിനും ടെഹ്റാനിലെ അമേരിക്കൻ എംബസി ബന്ദിയാക്കൽ സംഭവത്തിനും പിന്നാലെയാണ് വാഷിംഗ്ടൺ ആദ്യമായി ഇറാനുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. പിന്നീട് 1995 അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇറാന്റെ എണ്ണ വാതക മേഖലകളിലെ വിദേശ നിക്ഷേപങ്ങളും വ്യാപാരങ്ങളും തടഞ്ഞുകൊണ്ട് ഉപരോധം കൂടുതൽ ശക്തമാക്കി. തുടർന്ന് 2006 ഇറാന്റെ ആണവ പരിപാടിയും യുറേനിയം സമ്പുഷ്ടീകരണവും തടയുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയും ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ 2015 അമേരിക്ക, ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികളുമായി ഇറാൻ ചരിത്രപരമായ ആണവ കരാറിൽ ഒപ്പുവെച്ചതോടെ ഉപരോധങ്ങളിൽ വലിയ ഇളവ് ലഭിച്ചിരുന്നു. പക്ഷേ 2018 ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറുകയും ഇറാനുമേൽ വീണ്ടും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. 2020 ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനി വധിക്കപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും ഉപരോധങ്ങൾ കൂടുതൽ കർശനമാവുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഒന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നു, തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറാൻ ഒരു ലോകശക്തിക്കും അനുവാദം നൽകില്ല. അവസാനം വരെ പോരാടും, പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നാണ് ഇറാൻ പറയുന്നത്. ഒന്നാലോചിച്ചാൽ കഴിഞ്ഞ 7 മാസമായി നമ്മൾ കാണുന്നതും ഇറാന്റെ പോരാട്ട വീര്യം തന്നെയാണ്. അതിനിയും തുടരുക തന്നെ ചെയ്യും.